നമസ്കാരം. സർപ്പങ്ങളെ ആരാധിക്കുന്ന സമ്പ്രദായം വളരെ പണ്ട് മുതലേ ഉണ്ടായിരുന്നതാണ്. അനന്തന്റെ മുകളിൽ മഹാവിഷ്ണു കിടക്കുന്നത് പോലെ തന്നെ ശ്രീബുദ്ധൻ ശയിക്കുന്ന വിഗ്രഹങ്ങളുമുണ്ട്. ജൈന മതസ്ഥരും 5 തലയുള്ള നാഗവിഗ്രഹങ്ങൾ വച്ച് ആരാധിച്ചിരുന്നതുമാണ്. കേരളത്തിൽ സർപ്പങ്ങളെ കാവുകളിൽ കുടിയിരുത്തി എല്ലാ തറവാടുകളോടും ചേർന്നും ആരാധിച്ച് പോന്നിരുന്നതുമാണ്. സർപ്പകോപം, സർപ്പശാപം എന്നിങ്ങനെ ദോഷങ്ങൾ വരാതിരിക്കാൻ സർപ്പപ്രീതിക്കായി 100 പാലും നൽകുന്നതുമാണ്. സർപ്പം പാട്ട്, കളമെഴുത്തുപാട്ട്, പുള്ളുവൻ പാട്ട് എന്നിങ്ങനെയുള്ള കർമ്മങ്ങളും സർപ്പപ്രീതിക്കായി ചെയ്യുന്നതാണ്. പുള്ളുവനും പുള്ളോത്തിയും ഒരു പ്രത്യേക ഈണത്തിലും താളത്തിലും കുടം മീട്ടി പാടിയാൽ സന്തതി പരമ്പരകളുടെ ദോഷങ്ങൾ തീരും എന്നാണ് വിശ്വാസം. സർപ്പദോഷങ്ങൾക്ക് പരിഹാരമായി പരമശിവനും ഗണപതി ഭഗവാനും സുബ്രഹ്മണ്യ സ്വാമിക്കും വഴിപാടുകൾ നടത്തുന്നതും ഉത്തമമാണ്. വീടിനടുത്തുള്ള സർപ്പത്തിന് വഴിപാട് നടത്തുന്നത് ഏറ്റവും വിശേഷമാണ്. കുട്ടികളില്ലാത്ത ദമ്പതികൾ സർപ്പപ്രീതി വരുത്തിയാൽ സന്താന ഭാഗ്യം ഉണ്ടാകും എന്നും വിശ്വാസമുണ്ട്. എല്ലാ മാസവും അത് ആയില്യം നാളിലായാൽ അത്രമേൽ വിശേഷം തന്നെയാകുന്നു. ചില കാര്യങ്ങൾ ഇന്നേ ദിവസം അല്ലെങ്കിൽ ഈ സമയം ചെയ്യുന്നതിലൂടെ കുടുംബത്തിനും വീട്ടുകാർക്കും അതിശയിപ്പിക്കുന്നതായ മാറ്റങ്ങൾ തന്നെയാണ് വന്നു ചേരുക. വീട്ടിൽ നിന്നും ഇറങ്ങുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കുളിച്ച് ശുദ്ധിയായ സൽചിന്തകളോടെ തന്നെ നിങ്ങൾ ഇറങ്ങണം. രാവിലെ വിളക്ക് വയ്ക്കുന്നവർ വിളക്ക് കൊളുത്തിയതിന് ശേഷമാണ് ഇറങ്ങേണ്ടത്, അല്ലെങ്കിൽ അപ്രകാരം ചെയ്യണം. കാരണം നാം നാഗങ്ങളുടെ അനുഗ്രഹത്തോടെയാണ് വീട്ടിലേക്ക് വരാനായി പോകുന്നത്. വീടും പരിസരവും വൃത്തിയായി തന്നെ അതിനാൽ വയ്ക്കണം. തലേന്ന് തന്നെ വൈകുന്നേരം മഞ്ഞൾ ജലം വീടുകളിൽ തളിക്കുന്നത് ഏറ്റവും ഉത്തമമാകുന്നു. ക്ഷേത്രത്തിൽ എത്തുകയും പാൽപായസ വഴിപാട് എല്ലാ ക്ഷേത്രത്തിലും അത് ഉണ്ടാകണം എന്നില്ല. ഉണ്ട് എങ്കിൽ ആ വഴിപാട് തീർച്ചയായും നടത്തുക. ഉയർച്ചയാണ് ഫലമായി വന്നു ചേരുക. കദളിപ്പഴം സമർപ്പിക്കുക. കുട്ടികളെ കൊണ്ട് പ്രത്യേകിച്ചും ഇപ്രകാരം ചെയ്യിപ്പിക്കുകയാണ് എങ്കിൽ അവരിൽ ആരോഗ്യം വർദ്ധിക്കും, രോഗദുരിതങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. അതിനാൽ കദളിപ്പഴ സമർപ്പണം പ്രത്യേകിച്ചും നിങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുക. എണ്ണ നിങ്ങൾ സമർപ്പിക്കുക. സർവ്വ ഐശ്വര്യങ്ങൾ തന്നെ വന്നു ചേരും. കൂടാതെ മക്കളും ഒരുമിച്ച് ഈ വാക്ക് പറഞ്ഞ് നാഗങ്ങളുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. മറ്റൊന്നിനും നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഈ ഒരു കാര്യം ചെയ്യാതിരിക്കരുത് എന്ന് തന്നെ അർത്ഥമാക്കാം. ആ നാഗങ്ങളുടെ അതിവിശേഷപ്പെട്ടതായ മന്ത്രം ഇപ്രകാരമാണ്: ഓം നാഗായ നാഗരൂപായ ശാന്തരൂപാതിമോഹിനേ കാമിനേ ചൈവ രൂപായ നാഗാനന്ദായതേ നമഃ. ഓം നാഗായ നാഗരൂപായ ശാന്തരൂപാതിമോഹിനേ കാമിനേ ചൈവ രൂപായ നാഗാനന്ദായതേ നമഃ. ഈ മന്ത്രം ജപിച്ചുകൊണ്ട് തന്നെ നാഗാരാധന നടത്തുന്നത് ഏറ്റവും ശുഭകരമാണ്. നാഗക്ഷേത്രത്തിൽ വെച്ച് ഈ മന്ത്രം ജപിക്കുവാൻ സാധിക്കുന്നത് സർവ്വ ഐശ്വര്യങ്ങൾ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്ന കാര്യമായി മാറും. അല്പനേരം നാഗക്ഷേത്രത്തിൽ ഇരുന്ന് ഈ മന്ത്രം കൂടി ജപിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 108 ജപിക്കുന്നതാണ് ഏറ്റവും ശുഭം. ശരീരശുദ്ധിയോടെയും മനഃശുദ്ധിയോടെയും തന്നെ ഈ മന്ത്രം നിങ്ങൾ വീടുകളിലാണ് എങ്കിലും ജപിക്കുക. വിളക്ക് തെളിയിച്ചതിന് ശേഷം ജപിക്കുന്നതും വിശേഷമാകുന്നു. നിത്യവും ജപിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ നാഗങ്ങൾക്ക് വിശേഷപ്പെട്ടതായ ദിവസമാണ് എങ്കിലും ഈ മന്ത്രജപം അതിവിശേഷം തന്നെയാണ്. നാഗദോഷ ലക്ഷണങ്ങൾ നിരവധിയുണ്ട്. കടുത്ത സർപ്പദോഷത്താൽ ത്വക്ക് രോഗങ്ങൾ, മാനസിക വിഭ്രാന്തികൾ, ഉദരവ്യാധികൾ, നാഡീ തകരാറുകൾ, കടബാധ്യതകൾ, സന്താന ദുഃഖം, ശാരീരിക വൈകല്യം, സന്താനമില്ലായ്മ എന്നിവ സംഭവിക്കാം. ജാതകത്തിലെ 3, 11 ഭാവങ്ങൾ ഒഴികെ എവിടെ രാഹുകേതുക്കൾ വന്നാലും സർപ്പദോഷം പറയാം. ഇത് അതത് ഭാവങ്ങൾ കൊണ്ടുള്ള ഗുണം കുറയ്ക്കുകയും നിങ്ങൾക്ക് അനുകൂലമല്ലാത്ത ഫലങ്ങൾ വന്നു ചേരുന്നതിന് കാരണമായി തീരുകയും ചെയ്യും. സാമ്പത്തിക ക്ലേശം, കുടുംബ ബന്ധങ്ങളിൽ തകർച്ച, മനസംഘർഷം, വിവാഹ തടസ്സം, പ്രണയദുരിതം, ദാമ്പത്യ ക്ലേശം, ഭൂമിദോഷം, വ്യവഹാരം, ഇങ്ങനെ ജാതകത്തിലെ ഓരോ ഭാവവുമായി ബന്ധപ്പെട്ട്
കഷ്ടതകൾക്ക് കാരണമായി തന്നെ വന്ന് ഭവിക്കാം. കേതു അനിഷ്ടത്തിലാവുകയാണ് എങ്കിൽ കുടുംബ സ്വത്ത് നിങ്ങൾക്ക് ലഭിക്കില്ല. എത്ര തന്നെ ശ്രമിച്ചാലും ലഭിക്കണം എന്നില്ല. വഞ്ചനകൾക്ക് ഇരയാകും. സാമ്പത്തിക നഷ്ടങ്ങൾ വന്നു ചേരും. ചൂതുകളിയിൽ നിങ്ങൾക്ക് താല്പര്യം വർദ്ധിക്കും. യാത്രകൾ വഴി നിങ്ങൾക്ക് നഷ്ടം, മുറിവ്, ചതവ്, അപകടങ്ങൾ, കാര്യതടസ്സങ്ങൾ എന്നിവ ജീവിതത്തിലേക്ക് വന്നു ചേരാം. രാഹുവാണ് അനിഷ്ടത്തിലാകുന്നത് എങ്കിൽ വിഷബാധയാണ് ഫലമായി വന്നു ചേരുക. കൈവിഷദോഷം എന്നിവയും നിങ്ങൾക്ക് സംഭവിക്കാവുന്നതാണ്. ആയില്യം വ്രതം, നാഗപഞ്ചമി വ്രതം എന്നിവ അനുഷ്ഠിക്കുന്നത് നാഗദോഷങ്ങൾക്കും രാഹുകേതു ദോഷങ്ങൾക്കും ശാന്തി നൽകും. അത്തരത്തിലുള്ള ദോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകന്നു പോകും. വ്രതാനുഷ്ഠാനങ്ങൾ നടത്തുമ്പോൾ സർപ്പം പ്രധാന പ്രതിഷ്ഠയായുള്ള ക്ഷേത്ര ദർശനം ഏറ്റവും വിശേഷമാണ്. കൂടാതെ എത്ര കഠിനമായ നാഗദോഷവും പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ പെരുമാൾ ക്ഷേത്രത്തിൽ വർഷത്തിൽ 2 തവണ മാത്രം നടത്തിവരുന്ന നാഗാരാധനയിൽ പങ്കെടുത്താൽ മാറുമെന്ന് പരാമർശിക്കപ്പെടുന്നതാകുന്നു. അതിനാൽ സാധിക്കുന്നവർ പയ്യന്നൂർ സുബ്രഹ്മണ്യ പെരുമാൾ ക്ഷേത്രത്തിൽ ഈ സമയം ദർശനം നടത്തുവാൻ ശ്രമിക്കണം. 12 മാസം തുടർച്ചയായി 100 പാലും, കവിങ്ങിൻ പൂക്കുല സമർപ്പണം, അഷ്ടദ്രവ്യാഭിഷേകം, അഷ്ടനാഗപൂജ, നാഗരൂപ സമർപ്പണം, പുള്ളുവനെ കൊണ്ട് പാടിക്കുക, നാഗരൂട്ട്, സർപ്പബലി, നാഗാലങ്കാരം ഇവയിൽ ഏത് വഴിപാടാണ് ജാതക പരിശോധനയിൽ ഒഴിവ് കാണുന്നത് എങ്കിൽ ആ ക്ഷേത്രത്തിൽ നടത്തി പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് നാഗദോഷങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുന്നതാണ്. കൂടാതെ ചില പ്രധാനപ്പെട്ടതായ പൂജകൾ കൂടി, വഴിപാടുകൾ കൂടി പരാമർശിക്കാവുന്നതാണ്. ആ കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. വെള്ളരി, ആയില്യം പൂജ, 100 പാലും എന്നിവ സമ്പൽ സമൃദ്ധിക്ക് ഉത്തമമാണ്. പുള്ളുവൻ പാട്ട്, ധാന്യം, ദിവ്യാഭരണങ്ങൾ എന്നിവ വിദ്യയ്ക്കും സൽകീർത്തിക്കും ഉത്തമമാണ്. ഉപ്പാണ് എങ്കിൽ ആരോഗ്യം വീണ്ടെടുക്കുവാൻ സഹായകരമാണ്. മഞ്ഞളാണ് എങ്കിൽ വിഷനാശത്തിന് ഉത്തമമാകുന്നു. ചേന ത്വക്ക് രോഗശമനത്തിന് ഉത്തമമാകുന്നു. കുരുമുളക്, കടുക്, ചെറുപയർ തുടങ്ങിയവ രോഗശമനത്തിന് ഉത്തമമാണ്. നെയ് സമർപ്പണമാണ് എങ്കിൽ ദീർഘായുസിന് ഏറ്റവും വിശേഷമാകുന്നു. സർപ്പരൂപം, പുറ്റും മുട്ടയും തുടങ്ങിയവ സർപ്പദോഷ പരിഹാരത്തിന് വിശേഷമാണ്. പാല്, കദളിപ്പഴം, നെയ്പായസം എന്നിവ ഇഷ്ടകാര്യ സിദ്ധിക്കും ഉത്തമമാണ്. പ്രത്യേകിച്ചും ആയില്യം നാൾ ദിവസമോ അല്ലെങ്കിൽ മറ്റ് വിശേഷപ്പെട്ടതായ ദിവസങ്ങളിലോ ഈ വഴിപാടുകൾ, ഈ സമർപ്പണം നടത്തുന്നത് അത്രമേൽ ശുഭകരമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നാഗദോഷങ്ങൾ അകലുകയും സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും നാഗങ്ങളുടെ കടാക്ഷത്താൽ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും.